Welcome dear students to my next class. In this class we can discuss about the topic forms of grievances. There are three forms of grievances. What are the three forms of grievances? First one is factual grievances. Second one, imaginary grievances and disguised grievances. Factual grievances, imaginary grievances and disguised grievances. Factual grievances arise due to the legitimate needs of the employee has not been മെറ്റ് ലീഗൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള എംപ്ലോയിയുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാതെ വരുമ്പോഴാണ് ഫാക്ച്വൽ grievances arise ചെയ്യുക. Factual grievances arises out of the legitimate needs has not been met. These are factual grievances. ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ എംപ്ലോയീസ് ഡിമാൻഡ് ചെയ്യാണ് ഹയർ വേജസ്. എംപ്ലോയർ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു, പക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഫാക്ച്വൽ ഡിസാറ്റിസ്ഫാക്ഷൻ എറൈസ് ചെയ്യുന്നത്. The next one, imaginary grievances. Imaginary grievances arises when an employee's grievances is based on wrong assumption. The wrong assumption or incorrect information is not a legitimate need. Imaginary grievances arises out of the wrong assumption. It may develop negative attitude towards organization. Imaginary grievances arise ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ അറൈസ് ചെയ്യുന്നത് എംപ്ലോയീസിന്റെ റോങ് ആയിട്ടുള്ള ചില അസംഷൻസ് ആണ്, തെറ്റായിട്ടുള്ള അവരുടെ ചില ഇമാജിനേഷനിൽ നിന്നാണ് ഇങ്ങനെയുള്ള ഗ്രീവൻസസ് അറൈസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഗ്രീവൻസസ് അറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓർഗനൈസേഷനെ കുറിച്ചിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാള് ഓർഗനൈസേഷനെ കുറിച്ചിട്ട് നല്ലൊരു അഭിപ്രായമൊക്കെ ആയിരുന്നു അയാൾക്ക്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വേറെ ആരെങ്കിലും ആ എംപ്ലോയറെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ആ മൊത്തത്തിലെ മാനേജ്മെന്റിനെ പറ്റിയിട്ടോ മോശമായിട്ട് സംസാരിക്കുകയാണ്. പിന്നീട് എംപ്ലോയിയുടെ മൈൻഡിനുള്ളിൽ കിടന്നിട്ട് ആ ഒരു റോങ് അസംഷൻ അയാൾ ബിലീവ് ചെയ്യാണ്. അങ്ങനെ വരുമ്പോൾ പിന്നീട് എല്ലാം അയാൾ എന്ത് ചെയ്യാണ്, ഒരു ഓർഗനൈസേഷനെ പറ്റിയിട്ട് തന്നെ അയാൾ നെഗറ്റീവ്ലി തിങ്ക് ചെയ്യാണ്. അതാണ് ഇമാജിനറി ഗ്രീവൻസസ്. പിന്നെ അവിടെ വർക്ക് ചെയ്യാൻ അയാൾക്ക് താല്പര്യമില്ല. ആ ഒരു സിറ്റുവേഷൻ ആണ്, ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ആണ് ഇമാജിനറി grievances. The next one, disguised grievances. Disguised grievances arises when an employee is dissatisfied due to the reasons unknown to him. അയാൾക്ക് പോലും അറിയില്ല എന്താണ് റീസൺ, അയാളുടെ ഉള്ളിലുള്ള അതേസമയം സൈക്കോളജിക്കൽ ആയിട്ടുള്ള റീസൺസ് ആണ് ഇതിന്റെ പിന്നില്. ഹി കാൺ നോ ദ തിങ്സ് ബിഹൈൻഡ് അണ്ടർ ദിസ്. ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ അയാൾക്ക് തന്നെ അറിയില്ല, പക്ഷെ അയാൾക്ക് അവിടെ ഒരു അസ്വസ്ഥതയാണ്. ഇൻ ഓർഡർ ടു വർക്ക് വിത്ത് ദി ഓർഗനൈസേഷൻ, ഈ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ അയാൾക്ക് പറ്റുന്നില്ല. സം സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ബിഹൈൻഡ് ദിസ് ഡിസാറ്റിസ്ഫാക്ഷൻ. ദീസ് ആർ disguised grievances. Then we can discuss about the topic features of grievances. There are some features, characteristics or nature of grievances. The grievances are in the form of discontent or dissatisfaction. ജനറലി ഗ്രീവൻസസ് എന്ന് പറയുന്നത് ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഡിസ്കണ്ടന്റിനെയാണ് നമ്മൾ പറയുക ഗ്രീവൻസസ് എന്ന് പറയാം. പക്ഷെ അതൊരു ഒഫീഷ്യലി നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് അതൊരു ഗ്രീവൻസസ് ആയിട്ട് മാറുന്നത്. ഡിസാറ്റിസ്ഫാക്ഷൻ മിയർലി ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് ഗ്രീവൻസസ്. ഒഫീഷ്യലി അതൊരു കംപ്ലൈന്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോഴാണ് ഗ്രീവൻസ് എന്ന് നമ്മൾ പറയാം. Then dissatisfaction must arise out of employment and not to their personal reasons. ഈ ഡിസാറ്റിസ്ഫാക്ഷൻ എങ്ങനെ തന്നെയാണ്, must be related their terms of employment and not their personal reason. അയാളുടെ വ്യക്തിപരമായിട്ടുള്ള റീസൺസിനെ നമ്മളിവിടെ പറയില്ല, ഗ്രീവൻസ് എന്ന് പറയില്ല. അയാളുടെ എംപ്ലോയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിൽ വരുന്ന ഡിസാറ്റിസ്ഫാക്ഷൻ മാത്രമാണ് grievances ആയിട്ട് വരുള്ളൂ. The discontentment can arise out of real or imaginary situation. ചിലപ്പോൾ ഈ discontentment or dissatisfaction may arise due to the real situation. That is, we have already stated that there are three forms of grievances. They are factual grievances, imaginary grievances and disguised grievances. This among these three maybe the discontentment, cause discontentment or dissatisfaction to the employee. The discontentment or dissatisfaction may arise from real, that is factual reasons, or imaginary reason. Both can contribute dissatisfaction or ഡിസ്കണ്ടന്റ്മെന്റ്. അപ്പൊ പല വിധത്തിലുള്ള റീസൺ കൊണ്ട് നമുക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ വരാം. ഫാക്ച്വൽ ആയിട്ടോ അല്ലെങ്കിൽ ഇമാജിനറി ആയിട്ടോ ഡിസ്ഗൈസ്ഡ് ആയിട്ടുള്ള ഡിസാറ്റിസ്ഫാക്ഷൻ നമുക്ക് ജോബിൽ വരാം. Then the discontent may be voiced or unvoiced. നമ്മൾ അതിനെതിരെ ശബ്ദം ഉയർത്തിയിട്ടുണ്ടാവാം,
അല്ലെങ്കിൽ അത് ശ്രദ്ധയിൽ കൊണ്ടുവരാത്തതും ആവാം. അങ്ങനെയുള്ളതാകാം ഈ ഡിസാറ്റിസ്ഫാക്ഷൻ. മേ ബി വോയിസ്ഡ് ഓർ അൺവോയിസ്ഡ്. ദെൻ ബ്രോഡ്ലി സ്പീക്കിംഗ്, a grievance is noticeable and traceable to real or perceived non-fulfillment of one's expectation. ശരിക്കും നമ്മൾ കുറച്ചും കൂടി പറയുകയാണെങ്കിൽ ഗ്രീവൻസസ് എന്ന് പറയുന്നത് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റണം, ശ്രദ്ധിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ട്രേസ് ചെയ്യാൻ പറ്റുന്ന, കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരാളുടെ അൺഫുൾഫിൽ ആയിട്ടുള്ള അയാളുടെ എക്സ്പെക്ടേഷൻസോ ആയിരിക്കാം ഗ്രീവൻസ്. വൺസ് അഗെയിൻ grievances എന്ന് പറയുന്നത് generally speaking it is a discontentment or a dissatisfaction. It must be related to the employment situations. The discontentment may arise due to there are three forms of grievances that are factual grievances. It may imaginary grievances or it may disguised grievances. The discontentment may be voiced or unvoiced by the employee. Broadly speaking, grievances is noticeable or traceable.